നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 126ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗത്തിൻ്റെ തലവനുമായിരുന്ന ശ്രീ ഡോക്ടർ CJ റോയിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ആദ്യ കവിതാ സമാഹാരം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താവും, എങ്ങനെയാവും എന്നൊക്കെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് നാളുകൾ. 1985 പ്രസിദ്ധപ്പെടുത്തിയ തകഴിയുടെ ആമുഖത്തോടുകൂടിയുള്ള ആ 50 കവിതകളടങ്ങിയ ആ സമാഹാരത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് മറുപടി കത്ത് പോസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാമ്പും ഒക്കെ സഹിതമാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 10-30 ദിവസം പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി വന്നില്ല. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ 40-45 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു കത്തയച്ചു തന്നു. ആ കത്ത് എൻ്റെ വസന്തം വന്ന വഴിയെ ദൂതുമായി എന്ന സമാഹാരത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കത്ത്, മനസ്സിൽ തട്ടുന്ന വാക്കുകൾ, അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി, മധുരൈ, തമിഴ്നാട്, 18/1/1986. ഡോക്ടർ CJ റോയ്, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം. മാന്യ സുഹൃത്തെ, അപ്പുവേട്ടനോട് എന്ന താങ്കളുടെ കൃതി അയച്ചു തന്നതിന് നന്ദി. ഒരു പുസ്തകം വായിക്കുക എന്നാൽ ഒരു മനസ്സിനെ കണ്ടെത്തുകയാണ്. അപ്പുവേട്ടനോട് എന്ന കൃതിയിലൂടെ ഞാൻ കണ്ടെത്തിയ മനസ്സ് എനിക്ക് അളക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ളതാണ്. കവിതയെ സംബന്ധിച്ചുള്ള പൊതുധാരണകളുമായി പൊരുത്തപ്പെടുന്നവയല്ല ഈ കൃതിയിലെ രചനകൾ. എങ്കിലും കവിത കൊണ്ട് സാധിക്കാമെന്ന് ടോൾസ്റ്റോയെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തരം വികാരാദി സംക്രമണത്തിന് ഈ രചനകൾക്ക് കഴിയുന്നുണ്ട്. വീണ്ടും എഴുതുന്നതിന് മുൻപ് എഴുതത്തക്കതായി ചിലത് ഉള്ളിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്തു പറയുന്നു എന്നതോടൊപ്പം എങ്ങനെ പറയുന്നു എന്നതും പ്രധാനമാണെന്ന് ഓർമ്മിക്കുക. സസ്നേഹം, CJ റോയ്. അദ്ദേഹത്തിൻ്റെ കത്തും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കത്തയച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഞാൻ വീണ്ടും 1-2 കത്തുകൾ അയച്ചു. പുസ്തകമില്ല. അതും അദ്ദേഹം വായിച്ച ശേഷം എനിക്ക് 1-2 മറുപടികൾ, 1-2 കുറിപ്പുകൾ എനിക്ക് അയച്ചു. അപ്പോൾ അദ്ദേഹം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ മലയാള വിഭാഗത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന അദ്ദേഹം തിരക്കുകൾക്കിടയിലും എനിക്ക് കത്തുകൾ അയച്ചപ്പോഴും ആ കത്തുകളിലെല്ലാം സ്നേഹത്തിൻ്റെ ഒരു തലോടലുണ്ടായിരുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം മധുരയിലും ഞാൻ ട്രിവാൻഡ്രത്തുമാണ്. അങ്ങനെ കുറേ നാളുകൾ, ഒരു 10-12 മാസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി എനിക്കൊരു കത്ത് വരികയാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശരവൺ, എന്നെ ഓർക്കുമല്ലോ അല്ലേ? കുറേ കാലമായി കത്തുകളൊന്നും ഞാൻ എഴുതാറില്ല. തിരക്കുകൾ മൂലമാണ്, എല്ലാം മറന്നിട്ടല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. പറ്റിയാൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഡേറ്റും സമയവും ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് എഴുതാം. വെറുതെ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതുമല്ല, ഭാവിയുടെ ഒരു വാഗ്ദാനം, ഭാവിയിലൊരു കവി എന്ന നിലയ്ക്ക് ഓർക്കുകയും ആവാമല്ലോ. എഴുതി, അത്രമാത്രം. വിശദാംശങ്ങൾ ഞാൻ പിന്നാലെ അറിയിക്കാം എന്നാണ് ആ കത്തിൻ്റെ ചുരുക്കം. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കത്ത്
അതിൽ ഇത്രമാത്രം: ഞാൻ ഇന്ന ദിവസം ട്രിവാൻഡ്രത്തെത്തുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വരുമല്ലോ, സ്വന്തം റോയ് എന്നെഴുതി ഒരു 3 വരികൾ മാത്രം എനിക്ക് കത്തിടുന്നു. പറഞ്ഞ ദിവസത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തു. കയ്യിലൊരു ചെറിയൊരു ബാഗ്, കഴുത്തിൽ ഒരു കർച്ചിഫുണ്ട്. വിയർത്ത് കുളിച്ചിറങ്ങി വരുന്ന അദ്ദേഹം തുടച്ചുകൊണ്ട്, വിയർപ്പ് തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ട ഉടനെ തന്നെ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി, പക്ഷെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല. അവിടെ എല്ലാം ചുറ്റും പരതി നോക്കി. ഞാൻ വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ ബാഗ് തോളത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പുറകെ കൂടെ നടന്ന് അടുത്ത് നിന്നിട്ട് പറഞ്ഞു, സാർ നമസ്കാരം, ഞാനാണ് ശരവൺ മഹേശ്വർ. അത് ശരി, ഞാൻ കരുതി കത്തയച്ച് കിട്ടിയില്ലയോ, നിങ്ങൾ വരില്ലേ എന്നൊന്നും ഒരു തിട്ടമില്ലായിരുന്നു. എന്നാൽ എന്നെ കാണാൻ വന്നതിൽ വളരെ സന്തോഷം. സാർ വീട്ടിലോട്ട് വരാം, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. വീട്ടിൽ വന്നിട്ട് വിശ്രമിച്ചിട്ട് ഇന്നോ നാളെയോ സാറിന് യുക്തമായ തരത്തിൽ നീങ്ങാം. അയ്യോ അത് പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ മടങ്ങണം, ഇന്ന് തന്നെ പോകണം. കുറേ നാട്ടിൽ ചിലരെയൊക്കെ ഒന്ന് കാണാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തോ ശരവണ്ണനെ എനിക്ക് കാണണമെന്ന് തോന്നി എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങി. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി തമ്പാനൂർ ബസ് സ്റ്റേഷനടുത്തുള്ള കോഫി ഹൗസിൽ കയറി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. അവിടുന്ന് ഓവർബ്രിഡ്ജ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ്. എപ്പോഴാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നൊന്നും ഒരു നിശ്ചയമില്ല എനിക്ക്. എങ്ങനെയാണെങ്കിലും ഞാൻ ഫ്രീ ആണ്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, സാറിൻ്റെ പ്ലാൻ എങ്ങനെയാണ്, ഇനിയും ഉള്ള യാത്ര ബസ്സിലാണോ, എങ്ങോട്ടേക്കാണ് പോകുന്നത്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോകുന്നെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഉള്ള സൗകര്യങ്ങൾക്കുള്ളിൽ നമുക്ക് നോക്കാം. എല്ലാം കേട്ട് ചിരിച്ച് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇടോ തന്നെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ താൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നതും കണ്ടതും കാപ്പുടിച്ചതുമെല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അന്ന് ഞാൻ എഴുതിയ ചില കത്തുകളിൽ കവിതകളെക്കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് സാർ. അത് വായിച്ചപ്പോൾ മനസ്സിന് എന്തു തോന്നി? ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം തോന്നി, ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ എഴുതി തുടങ്ങുന്ന ഒരുത്തനാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അടുത്തതിൽ വരുമ്പോൾ. ആദ്യം 50 കവിതകൾ എഴുതി, അത് കഴിഞ്ഞ് അടുത്ത് എഴുതുമ്പോൾ 28 കവിതകളായി, അത് കഴിഞ്ഞ് കുറേ കൂടെ കഴിയുമ്പോൾ 17 കവിതകളായി. അപ്പോൾ നമ്മളുടെ അറിവ് വർദ്ധിച്ചു വരുന്നതിന് അതിനനുസരിച്ച് നമ്മുടെ ചിന്തയ്ക്കും മാറ്റം വരില്ലേ സാർ? എടാ നീയാണ് ശരി, ഇൻവേർട്ടഡ് കോമയിൽ ഇടേണ്ട ഒരു കാര്യമാണ്. എടാ നീയാണ് ശരി, ഞാൻ പറഞ്ഞത് നീ ഉൾക്കൊണ്ടു അല്ലേ എന്ന് ചോദിച്ചു. അതെ സാർ, സാർ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടു. അപ്പോൾ എന്നോട് പരിഭവം ഒന്നും തോന്നില്ല. ഞാൻ പറഞ്ഞു, എന്തിനാണ് സാർ പരിഭവം? അറിവിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വരുത്താൻ കഴിയുന്ന തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം മാറ്റി അതിനെ ഒന്ന് നല്ല രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് നിലയും വിലയും ചിന്തയും ഒക്കെ വരുന്നത്. അപ്പോൾ നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു അല്ലേ? ഞാൻ ചിരിച്ചു. എന്തോ എൻ്റെ മനസ്സിൽ നിൻ്റെ ആ സൃഷ്ടി എനിക്ക് കിട്ടിയപ്പോൾ നീ തിരിച്ചയക്കാനായിട്ട് കവറും സ്റ്റാമ്പും ഒക്കെ ഒട്ടിച്ചയച്ചപ്പോൾ ഇങ്ങനെയൊന്നും എനിക്ക് ആരും പുസ്തകങ്ങൾ അയച്ചിട്ട് എങ്ങനെ എന്നെ കണ്ടെത്തി, എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നെക്കുറിച്ച്? ഞാനിങ്ങനെ മധുരയിലാണ്, കാമരാജ് യൂണിവേഴ്സിറ്റിയിലെ ആണ് എന്നൊക്കെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയെന്നുണ്ട്. സാർ, അത് നമ്മൾ പരതി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിജ്ഞാനകോശം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളൊക്കെ വെച്ച് നമ്മൾ ലൈബ്രറികളിലും റെഫറൻസിലും ഒക്കെ നമ്മളെ പരതി നോക്കിയിട്ടാണ് നമ്മളെ മനസ്സിന്
ഉൾക്കൊള്ളാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ തേടിപ്പിടിച്ച് നമ്മളൊരു സൃഷ്ടി അയക്കുമ്പോൾ അവർ സമയം കിട്ടുമ്പോൾ കണ്ടെത്തിയത് വായിച്ച് അതിനെക്കുറിച്ചിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്നും മിണ്ടിയില്ല. ഞമ്മൾ സാർ ഇങ്ങോട്ട് പോകാനാണ്. അപ്പോൾ ഞങ്ങൾ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഓവർ ബ്രിഡ്ജിൻ്റെ ഇരുവശവും റെയിൽവേ പാളമൊക്കെ നോക്കി അവിടെയൊക്കെ നിന്ന് കുറേ നേരം ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട്, എടാ എനിക്ക് കൊല്ലത്തോട്ട് പോകണം, ഇനിയൊരു അവസരത്തിൽ നിന്നെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇപ്പം നമ്മൾ നടന്നു വന്നത് ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നാണ് ഈ ഓവർ ബ്രിഡ്ജ് വരെ, നമ്മൾ തിരിച്ചു കിടക്കണം. അതെയോ? നമ്മൾ അതെ സാർ, റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. കുറേ കാലമായില്ലേ, മനസ്സ് പല ചിന്തകളിലാണ്, പല കാര്യങ്ങളാണ്. തിരിച്ചു കിടന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു കിടന്ന് ബസ് സ്റ്റേഷനിൽ വന്നു. ഞാൻ പറഞ്ഞു, സാർ ട്രെയിനിൽ പോകാൻ ഉദ്ദേശിക്കുന്നു അതോ ബസ്സിൽ പോകാൻ? അയ്യോ വേണ്ട, ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞു എന്നല്ലേ, ബസ് യാത്രയാകുമ്പം ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. സാർ ചായ ഇനി എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? ഇല്ലടാ. നിൻ്റെ എഴുത്തിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ കൊള്ളുന്നില്ല നിൻ്റെ ചിന്തകൾ. ഒരു അഗ്നി പോലെയാണ് എനിക്ക് തോന്നിയത്, എവിടെയും കത്തിജ്വലിക്കുന്ന ഒരഗ്നി. ജീവിതത്തിൽ ഇത്രമാത്രം അനുഭവങ്ങളും ഇത്രമാത്രം ചിന്തകളൊക്കെ എങ്ങനെയാണ് ഉരുത്തിരിയുന്നത്? ഞാൻ പറഞ്ഞു, അതിന് ഞാൻ എന്താ മറുപടി പറയാം സാർ? മനസ്സിൽ തോന്നുന്ന ചിന്തകൾ ഇത് കവിതകളായിട്ടും കഥകളുമായിട്ടൊക്കെ മാറുന്നു. ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ചായയോ ഡ്രിങ്ക്സോ എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും? ഒന്നും വേണ്ട, ധൃതിയിൽ നടക്കുകയാണ്. അപ്പോഴപ്പോഴായിട്ട് വാച്ചിൽ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ചെന്ന ശേഷം, ഞാൻ തിരികെ ജോലി സ്ഥലത്തെത്തിയ ശേഷം നിനക്ക് ഞാൻ വിശദമായിട്ടുള്ള മറുപടി ഇടാം. ഇപ്പോൾ എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. ഞാൻ പറഞ്ഞു, അതെന്താ സാർ, നല്ലൊരു യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ? അതല്ല, പലത് ഇത് എത്ര മണിക്കാണ് അവിടെ കൊല്ലത്തെത്തുക? കൊല്ലത്ത് നിന്ന് 2-3 പേരെ കാണണം. ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ വരുമ്പോൾ നിന്നെ നേരിൽ കണ്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ബസ് സ്റ്റേഷനിലോട്ട് നടന്നു. ഞാനും കൂടെ നടന്നു. പെട്ടെന്ന് പോയി ഒരു ടിക്കറ്റെല്ലാം ശരിയാക്കി അദ്ദേഹത്തിന് ബസ്സിൽ കയറ്റി ഇരുത്താൻ ഭാവിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് അതിലെ കണ്ടക്ടർ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇടോ, ഒരു വലിയ ഒരു എഴുത്തുകാരനും പ്രൊഫസറുമൊക്കെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുക്കണം. കൊല്ലത്ത് ചെന്ന് ഇറങ്ങിയാലും ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ കൊല്ലം വരെയുള്ളൂ ബസ്. അപ്പോൾ അതെന്താ ശരവണ, തീർച്ചയായും ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ബസ്സിൽ കയറുന്നതിന് മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലവ് ഞാൻ സൂചിപ്പിക്കാം. 1935 ജൂലൈ 13 കോട്ടയം പുതുപ്പള്ളിയിൽ ജനനം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലയാളം, ഭാഷാശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ MA ബിരുദം. 1970 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗത്തിൻ്റെ തലവനായി കുറേ കാലം ജോലി ചെയ്തു. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 2022 ജനുവരി 17 87-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്തിയത്, അദ്ദേഹം ബസ്സിലോട്ട് കയറുമ്പോൾ, ബാഗും തൂക്കി കയറുമ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ കണ്ടക്ടർ ഒരു നല്ലൊരു സീറ്റ് അദ്ദേഹത്തിന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അദ്ദേഹം അവിടെ ഇരുന്നു. അവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്.
എന്താ ശ്രവൺ പോകാത്തത്? ഞാൻ പറഞ്ഞു പോകാം സാർ, സാറിൻ്റെ ബസ് നീങ്ങിയിട്ട് ഞാൻ പോകാം. അദ്ദേഹം 1 മിനിറ്റ് എന്നാണ് കണ്ടക്ടറോട് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരികയാണ്. നിനക്കതിരിക്കട്ടെ, എന്തിനെങ്കിലും ഉപകരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 100-400 രൂപയ്ക്ക് മുകളിലുണ്ട്. ഞാൻ പറഞ്ഞു സാർ എനിക്ക് കാശൊന്നും വേണ്ട, സാർ എനിക്ക് കാശൊന്നും വേണ്ട, സാർ ഇത് മേടിക്കണം എന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം നിന്ന് വേർക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് സാർ വീണ്ടും വേർക്കുന്ന വല്ല വല്ലായ്മ വല്ലതും ഉണ്ടോ? ഓ ഒന്നുമില്ല, നിന്നെപ്പോലെ ഒരുവനെ ഞാൻ വേറെ കണ്ടിട്ടില്ലടാ എന്നുള്ളത്. നിനക്ക് കാശിനോടും താല്പര്യമില്ല, നീ ഇത്രയും നേരം നടന്നപ്പോഴും ഒന്നിനും നിനക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലല്ലോ, ഒരു വല്ലാത്ത ജന്മമാണല്ലേ നീ. നമ്മൾ അറിയില്ല സാർ, എന്ത് ജന്മമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ നന്നായി വരും, എൻ്റെ മനസ്സിൽ നീ എന്നും ഓർക്കപ്പെടും, വരട്ടേടാ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ബസ്സിൽ കയറി. സീറ്റിൽ നിന്നപ്പോഴും ഞാൻ താഴെ നിൽക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് നിൽക്കുന്നതിനിടയിൽ അദ്ദേഹം ബാഗ് തുറന്ന് എന്തൊക്കെ എടുക്കുന്നു, തിരിച്ചതിനകത്ത് വയ്ക്കുന്നു, പോക്കറ്റിൽ നോക്കുന്നു. അത് കഴിഞ്ഞ് കണ്ടക്ടർ ശരി വീണ്ടും കാണാം നമുക്ക് എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം കർച്ചീഫ് എടുത്ത് കണ്ണ് തുടയ്ക്കുകയാണ്. നിന്നെ ഞാൻ മറക്കില്ലടാ എന്നാണ് ഒടുവിൽ എന്നോട് പറഞ്ഞിട്ട് ആ നനവാർന്ന കണ്ണുകൾ എന്നെ നോക്കി പറഞ്ഞു, ഇതും ഒരു ജീവിതമല്ലേ എന്നുള്ള ഒരു തോന്നൽ എന്നിലുളവായി. അറിയാണ്ടൊരു വിങ്ങൽ. ആദ്യമായി കാണുന്നൊരു വ്യക്തിയാണ്. ബസ് നീങ്ങി അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ടാറ്റ കാണിച്ച് അദ്ദേഹം ഇരുന്ന് മുന്നിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, തല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ അവിടെ ഇറക്കിയിട്ട് ശരവണനെ വിളിക്കാം. ശരി എന്ന് പറഞ്ഞ് വണ്ടി എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ, ഓർക്കപ്പെടുമ്പോൾ, ഒരു നിമിത്തമെന്നോണം ഒരു 2-3 മണിക്കൂർ ആണ് അദ്ദേഹവുമായി ചിലവഴിച്ചത്. പക്ഷെ അദ്ദേഹം എൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ ഇന്നും ഒരു കെടാവിളക്ക് പോലെ കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വലിയ സ്നേഹനിധിയായ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.